ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഇൻട്രോ കുറച്ച് വെറൈറ്റി ആയിട്ടില്ലേ? ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നേരം ദുബൈയിൽ നിന്ന് അലച്ചതാണ്. അപ്പോൾ എൻ്റെ രാവിലെ തന്നെ ഉണ്ണിയെ കൊണ്ടാക്കാനാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ വ്ളോഗാണ്. അപ്പം അന്നായിരുന്നു ദേവനൊക്കെ മലയ്ക്ക് പോകുന്നതിൻ്റെ കഞ്ഞിയെ. എൻ്റെ പിറ്റേന്നാണ് അവർ മലയ്ക്ക് പോയത്. അപ്പം ഞാൻ ഉണ്ണിയെ കൊണ്ടാക്കിയത് അച്ചു അവിടെ നിൽപ്പുണ്ട്. അച്ഛന് എല്ലാവർക്കും ബായ് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങി വന്നിട്ട് ഞാൻ കുളിച്ചിട്ട് ദുവിയായിട്ട് ഇനി ചായക്കുളത്തെ വീട്ടിൽ വന്നേ. അപ്പോൾ ഇത് ദേവൻ്റെ ഊഞ്ഞാലാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് അവനെ ഇരുത്തി നോക്കിയതാണ്, അവൻ ഇരിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ നല്ല സൂപ്പറായിട്ടിരുന്ന് ആടുന്നുണ്ടായിരുന്നേ. അങ്ങനെ അത് അച്ചാമ്മ അവിടെ നിൽക്കുന്നത്, ദേവൻ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ കഞ്ഞി കുടിക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ആക്രാന്തം കൂടിപ്പോയതുകൊണ്ട് കഴിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അങ്ങനെ എല്ലാവരും ഉണ്ട്, ചേച്ചി വന്ന്, കൊച്ചു വന്ന്, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരിച്ചിങ്ങി വന്നേ. അപ്പോൾ ദുവി മുറ്റത്രയും കളിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ വൈകുന്നേരം 6 മണി 6:30 ആയപ്പോൾ അമ്പലത്തിലോട്ട് വന്നേ. അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ ദീപാരാധന തൊഴുന്ന സമയപ്പം വന്നതാണ്. അപ്പം അകത്ത് നല്ല ചൂടായതുകൊണ്ട് ഞാൻ ദുയ്യം കൊണ്ട് പുറത്താണ് വന്ന് നിന്നത്. അവനാണെങ്കിൽ എവിടെ പോയാലും കസേര തള്ളണം. അത് അവൻ്റെ പുതിയൊരു സ്വഭാവമാണ്, കസേര തള്ളി കളിക്കുന്നത്. അപ്പോൾ അവിടെ ആനക്കൊട്ടിൽ കുറച്ച് കസേരയും അവിടെ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ടല്ലോ. അപ്പം അവനത് തള്ളിക്കൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ പിടിച്ച് കസേരയിലിരുത്തി താക്കോൽ കൊടുത്ത്. താക്കോൽ അവൻ്റെ ഫേവററ്റ് സാധനമാണ്, വായിലിട്ട് ചൂപ്പനായിട്ട്, വേറൊന്നിനുമല്ല. അങ്ങനെ കുറേ നേരം കളിച്ച് കുറേ പിള്ളേരൊക്കെ വന്ന് അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് എല്ലാം കളിപ്പിച്ച്. അങ്ങനെ നമ്മൾ ദീപാരാധനയൊക്കെ തൊഴുതിട്ട് നമ്മളിങ്ങനെ സ്റ്റേജിൻ്റെ അവിടെ വന്നേ. അവിടെ എന്തോ ഭജന എന്തോ നടക്കുമായിരുന്നേ. അപ്പോൾ ദുവി ഭയങ്കര കയ്യടി, ഭയങ്കര കളി, സന്തോഷം, എന്തോ കുറച്ച് ഇളകിയൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂഡ് അങ്ങ് മാറി കേട്ടോ. അങ്ങനെ അവൻ കളിക്കുന്നതൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കൈകൊട്ടി കളിയായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കത്തെ കുറച്ച് വിഷ്വൽസൊക്കെയാണ് ഇത്. അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് മഴയൊക്കെ ചെറുതായിരുന്നു പെയ്തായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പുറത്ത് വന്നേ. പിന്നെ ഉണ്ണി വരാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നേ. അങ്ങനെ അവിടെ ഉണ്ണിയെ നോക്കി നിന്നപ്പോഴാണ് ആനയൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ ആനയൊക്കെ കാണിച്ചു കൊടുത്തേ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലും ഇത് പിറ്റേ ദിവസത്തെയാണ്. അപ്പോൾ അച്ഛനും ദേവനൊക്കെ മലയ്ക്ക് പോകാനായിട്ട് നമ്മുടെ ഇളവങ്കോണം അമ്പലത്തിലാണ്, അവിടെ വെച്ചായിരുന്നു അവർക്ക് കെട്ടുമുറുക്ക്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വന്നേ. ഞാൻ മാത്രമേ വന്നുള്ളൂ, ഉണ്ണിയും ദുവിയും വന്നിട്ടില്ലായിരുന്നേ. ഉണ്ണിക്ക് ജോലിക്കും പോകണം, ദുവിയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ദേവന് കന്നിമലയായിരുന്നു. അപ്പോൾ അവനെയാണ് ആദ്യം നെയ്ത്തേങ്ങ നിറയ്ക്കാനായിട്ട് ഇരുത്തിയത്. അങ്ങനെ അവൻ ആദ്യത്തെ നെയ്ത്തേങ്ങയൊക്കെ നിറച്ച് അത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അവരുടെ കൂട്ടത്തിൽ 5 പേരെന്തോ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ ചെയ്യുമായിരുന്നേ. അപ്പോൾ വലിയച്ഛൻ വന്നിട്ടുണ്ട്. വലിയച്ഛൻ കുഞ്ഞാറ്റ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. ബാക്കിയുള്ളവരെ നിറയ്ക്കുന്നവരെ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് നേരം നമ്മൾ ഇപ്പുറത്തോട്ട് മാറി നിന്ന്. അവിടെ അവസാനമാണ് അച്ഛൻ ഇരുന്നത് നെയ്ത്തേങ്ങ നിറയ്ക്കാനായിട്ട്. അപ്പം അച്ഛനും ഇരുന്ന് അവസാനം എല്ലാവരും കെട്ടൊക്കെ ശരിയാക്കി വെച്ചിട്ട് തിരുമേനി അത് എന്തോ പൂജിക്കുകയോ അങ്ങനെ ചെയ്യുവാണ്. എന്നിട്ട് അവസാനം ദേവനാണ് ആദ്യം, അവൻ്റെ അമ്മയാണ് എടുത്ത് കെട്ട് വയ്ക്കുന്നത്. ഇവിടൊക്കെയാണ് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലോ, അമ്മമാരാണ് വെക്കുന്നതെന്നാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ അവനെ ആദ്യം നിർത്തി. പിന്നെ അച്ഛനും കെട്ടൊക്കെ തലയിൽ വെച്ചിട്ട് അവർ പോകാനായിട്ട് റെഡിയായേ. അങ്ങനെ അവസാനം അവരെല്ലാവരും കൂടെ അമ്പലത്തിന് വലം വെച്ച് ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ട് അവർ വലം വെച്ചിട്ട് നേരെ അവർ പോകാനായിട്ട് തുടങ്ങുവാണേ. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് തേങ്ങ അടിച്ച് ഇങ്ങനെ വലം വെച്ച് വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാനതിങ്ങനെ നോക്കിക്കൊണ്ട് ഇന്ന് കുറച്ച് നേരം. എന്നിട്ട് പിന്നെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ദേവനാണ് ആദ്യം. പിന്നെ ദേവൻ്റെ കൂടെ വേറൊരു കൊച്ചു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ബാക്കി 4 പേര്, അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സുമേ. അങ്ങനെ അമ്പലത്തിലോട്ട് കയറുന്നത് ഇതുപോലെ കുറച്ച് പടികളുണ്ട്. കുറച്ച് മുകളിലാണ് അമ്പലം. അങ്ങനെ അവർ താഴോട്ടിറങ്ങി അവർ കാറിലൊക്കെ കയറിയിട്ട് അവർ ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവർ പോയേ. അവർ വൈകിട്ടാകുമ്പോൾ ചെല്ലുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പ്രസാദമൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ എല്ലാവരും തിരിച്ച് അമ്പലത്തിലോട്ട് കയറി. ഞാൻ പറഞ്ഞില്ല സ്റ്റെപ്സൊക്കെ ഉണ്ടെന്ന്, നല്ല ഭംഗിയില്ല ഇങ്ങനെ കയറി പോയി. നല്ല ഭംഗിയാണ് അമ്പലം കാണാനായിട്ട് തന്നെ. ആദ്യമല്ല രണ്ടാമത്തെ തൊട്ടാണ് ഞാൻ അവിടെ പോണത്. അങ്ങനെ ഞാൻ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചിങ്ങ് വീട്ടിലോട്ട് പോകാനായിട്ട് ഞാനും ചേച്ചിയും കുഞ്ഞാറ്റയായിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ വന്ന് അവരും എൻ്റെ കൂടെ വന്ന്
എന്നിട്ട് നമ്മൾ തിരിച്ചിവിടെ നമ്മുടെ അമ്പലത്തിൽ വന്നിട്ട് രാവിലെ കാപ്പി കുടിക്കാൻ വേണ്ടി മാത്രമല്ല, തൊഴുതിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നിട്ട് ദിവ്യയെ കുറച്ച് ഇതാക്കിയിട്ട് ദിവ്യയ്ക്ക് ഫീഡൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് നമ്മൾ കാപ്പിയും കുടിച്ച് ഞാൻ തിരിച്ച് ചെന്ന് ദിവ്യയെ കിടത്തി ഉറക്കി. എന്നിട്ട് പിന്നെ ഞാൻ ചേച്ചിയായിട്ട് കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു ബേബി ഷോപ്പിൽ നിന്ന്. അപ്പം നമ്മൾ രണ്ടും കൂടെ കാട്ടാക്കട ബേബി ഷോപ്പിൽ വരെ പോയിട്ട് നമ്മൾ തിരിച്ച് വെയിലൊക്കെ അല്ലേ, പോയതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ നമ്മൾ ഒരു ഷാർജയൊക്കെ കുടിക്കാമെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ മണ്ഡപത്തും കട വന്നേ. അവിടുത്തെ ഷാർജ സൂപ്പറാണ്, 20 രൂപയുള്ളൂ. കണ്ടോ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്. അങ്ങനെ നമ്മളത് കുടിച്ചിട്ട് തിരിച്ചിങ്ങനെ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര കളിയാണ്. ആ നിൽക്കുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ വീണ്ടും ചോറുണ്ണാനായിട്ട് പോവുകയാണ്. അപ്പം എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് വണ്ടിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചേച്ചി ഇടയ്ക്ക് ഫോൺ വെച്ചപ്പോൾ വീഡിയോ എടുത്തതാണ്. ഞാൻ ദുവിയെ താങ്ങാനായിട്ട് ആ സാധനം മറ്റേ ബാഗിൻ്റെ പകുതിയൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. എൻ്റെ നടത്തം കണ്ടിട്ട് നിങ്ങളൊരു തെറ്റിദ്ധരിക്കേണ്ട. എപ്പോഴും വണ്ടിയുടെ പുറത്ത് പോയി ഇപ്പം നടക്കാനൊന്നും വയ്യെന്നേ. അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് പതുക്കെ ഇങ്ങനെ നടന്ന് പോവാണ്. അങ്ങനെ നമ്മൾ പോയിട്ട് ചോറൊക്കെ വാങ്ങിച്ച് കഴിച്ച്. എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, തിന്നുന്ന സമയമാകുമ്പോൾ ഞാൻ കറക്റ്റ് വീഡിയോ എടുക്കാൻ മറന്നു. വെച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.